നമസ്കാരം. വാർത്തകളുമായി രമ്യ ശ്രീജിത്ത്. ലുലു ഇനി അഡ്നോക് ഹബ്ബുകളിലും. സാദിയത്ത് ഐലൻഡിലെ അഡ്നോക് ഹബ്ബുകളിൽ ആദ്യ ലുലു ഡെയിലി തുറന്നു. വിവിധ അഡ്നോക് ഹബ്ബുകളിൽ 4 പുതിയ സ്റ്റോറുകൾ കൂടി തുറക്കും. കൂടുതൽ സൗകര്യപ്രദമായ ഷോപ്പിംഗ് ഉപഭോക്താക്കൾക്ക് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി അഡ്നോക് ഡിസ്ട്രിബ്യൂഷനുമായി കൈകോർത്ത് ലുലു അബുദാബി സാദിയത്ത് ഐലൻഡിലെ അഡ്നോക് ഹബ്ബുകളിൽ ലുലു ഡെയിലി തുറന്നു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലിയുടെ സാന്നിധ്യത്തിൽ അഡ്നോക് ഡിസ്ട്രിബ്യൂഷൻ CEO എഞ്ചിനീയർ ബദർ സായിദ് അൽ ലംകി ഉദ്ഘാടനം നിർവഹിച്ചു. കൂടാതെ വിവിധ അഡ്നോക് ഹബ്ബുകളിൽ 4 പുതിയ സ്റ്റോറുകൾ തുറക്കാൻ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലി, അഡ്നോക് ഡിസ്ട്രിബ്യൂഷൻ CEO എഞ്ചിനീയർ ബദർ സായിദ് അൽ ലംകി എന്നിവർ ചേർത്ത് ധാരണാപത്രം ഒപ്പുവെച്ചു. അഡ്നോക് ഹബ്ബുകളിലെത്തുന്ന വാഹനയാത്രക്കാർക്ക് മികച്ച സേവനം നൽകുക എന്ന ദി ഹബ് ബൈ അഡ്നോക് പദ്ധതിയുടെ ഭാഗമായാണ് അഡ്നോക് ഹബ്ബുകളിലെ ലുലു സ്റ്റോർ. റീറ്റെയിൽ സേവനങ്ങൾക്ക് പുറമെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിംഗ്, കാർ സർവീസ് ഏരിയ, റെസ്റ്റോറന്റുകൾ, കോവർക്കിംഗ് സ്പേസ് തുടങ്ങിയവയും ദി ഹബ് അഡ്നോക് പദ്ധതിയുടെ ഭാഗമായി അഡ്നോക് ഹബ്ബുകളിൽ സജ്ജമാക്കുന്നുണ്ട്. അഡ്നോക് ഡിസ്ട്രിബ്യൂഷനുമായി സഹകരിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും കൂടുതൽ സൗകര്യപ്രദമായ ഷോപ്പിംഗ് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണെന്നും MA യൂസഫലി പറഞ്ഞു. യാത്രാവേളകളിൽ പോലും മികച്ച ഷോപ്പിംഗ് സൗകര്യമാണ് അഡ്നോക് ഹബ്ബുകളിലെ ലുലു സ്റ്റോർ നൽകുകയെന്നും UAEയുടെ വിഷൻ 2031 കരുത്തേകുന്നതാണ് പദ്ധതിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. UAE ആരോഗ്യരംഗത്ത് വൻ നിക്ഷേപം. 100 കോടി ദിർഹത്തിന്റെ പദ്ധതികളുമായി ആസ്റ്റർ DM ഹെൽത്ത് കെയർ. UAEയുടെ ആരോഗ്യ പരിരക്ഷാ രംഗത്ത് നിർണായകമായ പങ്കുവഹിക്കുന്ന പ്രമുഖ ആരോഗ്യ സേവനദാതാക്കളായ ആസ്റ്റർ DM ഹെൽത്ത് കെയർ ദുബായിൽ നടന്ന വേൾഡ് ഹെൽത്ത് എക്സ്പോ 2026 100 കോടി ദിർഹത്തിന്റെ നിക്ഷേപ പദ്ധതികൾ ഗ്രൂപ്പ് പ്രഖ്യാപിച്ചത്. UAEയുടെ സാമ്പത്തിക അജണ്ടയായ D33യുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ രാജ്യത്തെ ആരോഗ്യ മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ നീക്കങ്ങൾ. നിലവിലുള്ള സേവനങ്ങൾക്ക് പുറമെ അത്യാധുനിക സൗകര്യങ്ങളുള്ള പുതിയ ആശുപത്രികളും നൂതന ചികിത്സാ രീതികളും ഇതിലൂടെ ജനങ്ങളിലേക്ക് എത്തും. മുൻകാല ഇന്ത്യൻ സൈനികരെ ആദരിച്ച് അബുദാബി സാംസ്കാരിക വേദി. റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ ഭാഗമായി 31 മുൻകാല ഇന്ത്യൻ സൈനികരെ ആദരിച്ചുകൊണ്ട് അബുദാബി സാംസ്കാരിക വേദിയും അഹല്യ ഹോസ്പിറ്റൽ ഗ്രൂപ്പും സംയുക്തമായി ഇന്ത്യൻ എംബസിയിൽ നടന്ന സല്യൂട്ടിംഗ് ദ റിയൽ ഹീറോസ് എന്ന പരിപാടിയിൽ നായക് റാങ്ക് മുതൽ ബ്രിഗേഡിയർ റാങ്ക് വരെയുള്ള മുൻകാല സൈനിക ഉദ്യോഗസ്ഥരാണ് പങ്കെടുത്തത്. ചടങ്ങിൽ എംബസി ഡിഫൻസ് അറ്റാച്ചെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഹർപ്രീത് സിംഗ് ലുത്ര IVM മുഖ്യാതിഥി ആയിരുന്നു. സ്വപ്നങ്ങളും സൗഖ്യങ്ങളും പിന്നിലാക്കി രാജ്യസേവനത്തിനായി ജീവിതം സമർപ്പിച്ച സൈനികർ നമ്മുടെ നാടിന്റെ യഥാർത്ഥ നായകരാണ്. നാം ഇന്ന് അനുഭവിക്കുന്ന സമാധാനവും സുരക്ഷിതത്വവും ഇവരുടെ നിശബ്ദമായ ത്യാഗങ്ങളുടെയും അചഞ്ചലമായ സേവനത്തിന്റെയും ഫലമാണ് എന്ന് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഹർപ്രീത് സിംഗ് ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. അബുദാബി സാംസ്കാരിക വേദി നടത്തുന്ന ഈ ഒരു ചടങ്ങ് നമ്മുടെ നന്ദിയും ഉത്തരവാദിത്ത ബോധവും പുതുക്കിപ്പിടിക്കുന്ന ഒരു സ്മരണയാണ്. അവരുടെ സേവനവും ത്യാഗവും തലമുറകളിലേക്ക് കൈമാറപ്പെടേണ്ട പ്രചോദനമാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. സാംസ്കാരിക വേദി പ്രസിഡന്റ് സാബു അഗസ്റ്റ്യൻ അധ്യക്ഷം വഹിച്ചു. അബുദാബി മലയാളി സമാജം പ്രസിഡന്റ് സലീം ചിറക്കൽ, ജനറൽ സെക്രട്ടറി TV സുരേഷ് കുമാർ, ഇന്ത്യ സോഷ്യൽ സെന്റർ പ്രസിഡന്റ് ജയചന്ദ്രൻ നായർ, കേരള സോഷ്യൽ സെന്റർ പ്രസിഡന്റ് മനോജ്, സമാജം കോർഡിനേഷൻ ചെയർമാൻ യേശുശീലൻ, ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ പ്രസിഡന്റ് രക്ഷിത യാദവ്, ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ ജനറൽ സെക്രട്ടറി ഹിദായത്തുള്ള, അഹല്യ ഗ്രൂപ്പ് ഓപ്പറേഷൻ മാനേജർ സൂരജ് പ്രഭാകരൻ, സാംസ്കാരിക വേദി ചീഫ് പാട്രൽ അനൂപ് നമ്പ്യാർ, വനിതാ വിഭാഗം കൺവീനർ കവിത വിനോദ്, ജോയിന്റ് സെക്രട്ടറി ശ്രീജിത്ത് കുറ്റിക്കോൾ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി വിമൽ കുമാർ സ്വാഗതവും ട്രഷറർ മുജീബ് അബ്ദുൽ സലാം നന്ദിയും പറഞ്ഞു. കേണൽ ഡോക്ടർ അജയ് രാജ് ഗുപ്ത, മേജർ ഡോക്ടർ അമോൾ പാണ്ഡുരാങ് മൂറെ, സ്കോട്ട്ലാൻഡ് ലീഡർ സംഗീത നായർ എന്നിവർ അവരുടെ സൈനിക അനുഭവങ്ങൾ പങ്കുവച്ചു. അഗ്രത സുജിത്ത് അവതാരകയായിരുന്നു. പ്രതീകാത്മകമായി ഉണ്ടാക്കിയ അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ചടങ്ങ് ആരംഭിച്ചത്. 4 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ഇത്തവണത്തെ ചടങ്ങിൽ പങ്കെടുത്തത് പ്രവാസ ലോകത്തെ കുട്ടികൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി അബുദാബി സാംസ്കാരിക വേദി ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ഇതിനകം ഏകദേശം 300ഓളം മുൻകാല ഇന്ത്യൻ സൈനികർ ആദരിക്കപ്പെട്ടു. ചടങ്ങിൽ വെച്ച് സാംസ്കാരിക വേദി നടത്തിയ ഹരോൾഡ് റോബിൻസൺ മെമ്മോറിയൽ ചിത്രരചന, കളറിംഗ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും സാംസ്കാരിക വേദി കുടുംബത്തിലെ കുട്ടികൾക്കുള്ള മെറിറ്റ് അവാർഡും വിതരണം ചെയ്തു. ഇന്റർ UAE ദേശഭക്തി ഗാന മത്സരം വിസ്താര ഇന്റർനാഷണൽ സംഘടിപ്പിക്കുന്നു. വിസ്താര ഇന്റർനാഷണൽ UAE തലത്തിൽ സ്കൂൾ കുട്ടികൾക്കായി ഗീതാഞ്ജലി ഇന്ത്യൻ ദേശീയഭക്തി ഗാന മത്സരം സംഘടിപ്പിക്കുന്നു. ആദ്യ റൗണ്ടിനുള്ള രജിസ്ട്രേഷൻസ് ആരംഭിച്ചു. ക്യാഷ് പ്രൈസ് ഉൾപ്പെടെ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ, വിവിധ കലാപരിപാടികൾ ഷാർജ സഫാരി മാളിൽ നടക്കുന്ന സമാപന ദിവസം അരങ്ങേറുമെന്ന് വിസ്താര ഇന്റർനാഷണൽ ഡയറക്ടർ ശ്രീ സേതുദാന്ത് വിശ്വനാഥൻ അറിയിച്ചു. വിശദവിവരങ്ങൾക്ക് 0557836248. കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജ് അലുമിനി സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് ഫ്യൂഷൻ ഫെസ്റ്റ് 2026 എന്ന പേരിൽ ന്യൂ ഇയർ ആഘോഷിച്ചു. ഫ്യൂഷൻ ഫെസ്റ്റ് 2026 കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജ് അലുമിനി UAE ചാപ്റ്ററിന്റെ
ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷനാണ് ഇന്നിവിടെ അരങ്ങേറുന്നത്. അക്കാഫ് ജനറൽ സെക്രട്ടറി ശ്രീ ഷൈൻ ചന്ദ്രസേനൻ, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ജോയിന്റ് ജനറൽ സെക്രട്ടറി ജിബി ബേബി എന്നിവർ മുഖ്യ അതിഥികളായ പരിപാടിക്ക് പ്രസിഡന്റ് അജു ചാക്കോ, ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജെയിംസ്, ട്രഷറർ സജി ജോർജ് എന്നിവർ നേതൃത്വം നൽകി. അജ്മാൻ മൈത്രി ഫാമിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൽ വിവിധ കലാപരിപാടികൾക്ക് പുറമെ ഭാവി പദ്ധതികളും പ്രഖ്യാപിച്ചു. നമ്മുടെ കോളേജിൻ്റെ 25ാമത് വാർഷികം ആഘോഷം നമ്മൾ കഴിഞ്ഞ വർഷം തുടങ്ങുകയുണ്ടായി. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള നമ്മുടെ ഈ വർഷത്തെ ന്യൂ ഇയർ പ്രോഗ്രാം, ക്രിസ്മസ് പ്രോഗ്രാമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2026 നമ്മുടെ ST കോളേജ് കൊട്ടാരക്കരയുടെ ന്യൂ ഇയർ ക്രിസ്മസ് പ്രോഗ്രാമാണ് നടക്കുന്നത്. ഇതൊരു ഫാമിലി ഗ്യാതറിംഗ് ആണ്. നമ്മുടെ കോളേജിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ UAE കൂട്ടായ്മയാണ്. കൊട്ടാരക്കര ST കോളേജിൻ്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ചുള്ള കോളേജ് അലുമിനി പ്രോഗ്രാമിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്ന പോലെ കൂട്ടായ്മയാണ് ഇപ്പോഴും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.